വെള്ള പൂശിയ ശവക്കല്ലറ. യാക്കോബ് 4:1-10 വരെ. ധ്യാനത്തിനായിട്ട് 1-ാം വാക്യം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന് അല്ലയോ? സർവസംഘ പരിത്യാഗികളായി ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന സന്യാസിമാരാണ് സാക്ഷാൽ ഭിക്ഷുക്കൾ. എന്നാൽ ഇന്ന് പല വേഷത്തിൽ നാടുനീളെ ചുറ്റിത്തിരിയുന്ന യാചകരിൽ അധികം പേരും ഭിക്ഷാടനം ആദായകരമായ ഒരു തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നതിനായി സാമൂഹിക പ്രവർത്തകരും സർക്കാരും പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ യാചക സംരക്ഷണ കേന്ദ്രങ്ങൾ പലതും അവർക്ക് ജയിലർ പോലെയാണ്. സ്വതന്ത്രമായി അലഞ്ഞു തിരിയുവാനാണ് അവർക്കേറെ ഇഷ്ടം. യാചകർക്ക് വിലക്ക് കൽപ്പിച്ചിട്ടുള്ള നഗരങ്ങളുടെ 4 അതിർത്തികളിലും യാചകർക്ക് പ്രവേശനമില്ല എന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് ശാന്തി പകർന്നു കൊടുക്കുന്ന ഭവനങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള പട്ടണങ്ങളിൽ പക്ഷേ ശാന്തി ഭവനങ്ങൾ അവർക്ക് ബന്ധനമായി തോന്നുന്നു. ചിലരെങ്കിലും നിത്യേന മതിൽ ചാടി പുറത്തു കടന്ന് സമൂഹത്തിൻ്റെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വതന്ത്രമായി ചുറ്റിത്തിരിയുന്നു. അതിന് കൂട്ടുനിൽക്കുന്ന ഏജൻറ്റുമാരുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ദുഃഖസത്യം. ഈ കൂട്ടർ പല പകർച്ചവ്യാധികളും സഹായ വിലയ്ക്ക് വിതരണം ചെയ്യുന്നവരുടെ ഒപ്പം വികല ശരീരവും വികല ബുദ്ധികളുമായ ഒരു പുതിയ തലമുറയ്ക്ക് ജന്മമേകുകയും ചെയ്യുന്നു. ഇവരിൽ പലർക്കും പണത്തിന് പഞ്ഞമില്ല. പണമുള്ളവരുടെ മാംസദാഹം തീർത്ത് പണമുണ്ടാക്കുന്ന ഇക്കൂട്ടരെ യാചകരെന്ന് വിളിക്കുന്നത് ഒരു വിരോധാഭാസമല്ലേ? ഒരിക്കൽ പതിതയായ ഒരു ഗർഭിണി ഒരു നഴ്സിംഗ് ഹോമിൽ ചെന്നു തൻ്റെ പ്രസവ ശുശ്രൂഷയ്ക്കുള്ള സൗകര്യം ലഭിക്കുമോ എന്ന് ആരായുകയുണ്ടായി. ഡോക്ടർക്ക് അനുകമ്പ തോന്നി. നിങ്ങൾക്ക് സൗജന്യ ശുശ്രൂഷയും ചികിത്സയും സർക്കാർ ആശുപത്രിയിൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കുകയില്ല. ഇവിടെ നല്ല ശുശ്രൂഷ ലഭിക്കുമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വളരെ പണച്ചെലവുണ്ടാകും. ഡോക്ടർ അവളെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഇവിടെ എന്ത് ചെലവ് വരും? അവൾ ചോദിച്ചു. കുറഞ്ഞത് 20,000 രൂപയെങ്കിലും ആകും, ഡോക്ടർ പറഞ്ഞു. ഓഹോ, അത്രയേ ഉള്ളോ? അത് സാരമില്ല, അവൾ മറുപടി പറഞ്ഞു. യാചകവേഷം ധരിച്ച് സമൂഹത്തെ ദ്രോഹിക്കുന്ന അഥവാ നോവിക്കുന്ന ഇത്തരമൊരു കൂട്ടർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുന്ന സമൂഹത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. വീട്ടുവാതിക്കൽ വരുന്ന യാചകർക്ക് 1 രൂപയോ അല്ലെങ്കിൽ 5 രൂപയോ 10 രൂപയോ ഇട്ട് കൊടുത്താൽ നമുക്ക് തൃപ്തിയായി. അതേസമയം ഇങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ പടച്ചുവിടുന്ന വെള്ളപൂശിയ ശവക്കല്ലറ പോലെയുള്ള സമൂഹത്തെ നാം വിസ്മരിക്കുന്നു. ചൂഷണവും ഭോഗലോലുപതയും എല്ലാവിധ തിന്മകളും കാപട്യവും നിറഞ്ഞ സമൂഹത്തിൻ്റെ മുഖത്തു നോക്കി വെള്ളപൂശിയ ശവക്കല്ലറകളെ എന്ന് വിളിക്കുവാനുള്ള പ്രവാചക ധീരത ക്രിസ്തുവിനെ പോലെ നമുക്കുണ്ടാകുമോ? പക്ഷേ അങ്ങനെ പറയുന്നവരെ കഴുകുമരത്തിൽ കയറ്റി എന്നും വരാം. കുരിശു കൂടാതെ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുകയും ഇല്ലല്ലോ. ആന്തരികമായ ഒരു പരിവർത്തനം കൂടാതെ സമൂഹഗാത്രത്തെ ബാധിച്ചിരിക്കുന്ന രോഗം ഭേദമാക്കാൻ സാധ്യമല്ല. അതിന് ആത്മീയമായ ഒരു നവജീവോദയം ഉണ്ടാകണം. എന്നാൽ സമൂഹമാകുന്ന ശവക്കല്ലറ വീണ്ടും വീണ്ടും വെള്ളപൂശി സംരക്ഷിക്കുകയാണ് നാം. ശവക്കല്ലറയുടെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചൈതന്യം കൊണ്ട് നിറയുമ്പോൾ മാത്രമേ നമ്മിൽ പരിവർത്തനം ഉണ്ടാകൂ. ഓർക്കണമേ, ലോകത്തിൽ ജീവിക്കുക, എന്നാൽ ലോക ആസക്തി ഉള്ളിൽ പ്രവേശിക്കരുത്. സദൃശവാക്യങ്ങൾ 28:21. മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല. ഒരു കഷണം അപ്പത്തിനായും മനുഷ്യൻ അന്യായം ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.